പാകിസ്ഥാൻ ഇന്ത്യയോടും മറ്റ് രാജ്യങ്ങളോടും ചെയ്ത മുൻകാല ചെയ്തികളെല്ലാം എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിച്ചാലും ആ നിലപാടിനൊപ്പം തന്നെ ലോകരാജ്യങ്ങൾ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ഇന്ത്യയിലെ പാകിസ്ഥാൻ സ്നേഹികൾ കിടന്ന് മുറവിളി കൂട്ടിയാലും ലോകരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കും. എന്ത് സഹായം വേണമെങ്കിലും ഇന്ത്യക്ക് ചെയ്തു നൽകാൻ അവർ തയ്യാറാണ്. ഇന്ത്യ നിർണായകമായ നയതന്ത്രപരമായ പല തീരുമാനങ്ങളും എടുത്തത് നമ്മൾ കണ്ടതാണ്. സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചത്, പാകിസ്ഥാനെ വെള്ളം കൊടുക്കാതെ വെള്ളം കുടി മുട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ അത് ചെയ്യുന്നതിൽ തെറ്റുണ്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം 26 നിസ്സഹായരെയാണ്, അതായത് ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെയാണ്, സന്തോഷിക്കാനായി വന്ന ആളുകളെയാണ് ഭീകരർ വെടിയുതിർത്ത തീർത്തത്. മതം ചോദിച്ചുകൊണ്ട്, ഭീകരവാദത്തിന് മതമുണ്ട് എന്നവർ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഇന്ത്യ തീരുമാനമെടുത്തു, ഇന്ത്യയിലുള്ള പാകിസ്ഥാനികളെല്ലാം ഇന്ത്യ വിട്ടു പോകണം, വിസ റദ്ദാക്കുകയാണ്, ഇന്ത്യയിൽ നിൽക്കണ്ട, ഇന്ത്യയിൽ തുടരാൻ ഇനി നിങ്ങൾക്ക് അനുവാദമില്ല. കാരണം നിങ്ങളുടെ ആളുകൾ അത്തരത്തിലുള്ള ചെറ്റത്തരങ്ങളാണ് ഇന്ത്യയോട് കാണിക്കുന്നത്. ഒരിക്കലും മാപ്പ് തരാൻ അർഹിക്കാത്ത കാര്യങ്ങളാണ് ഇന്ത്യയോട് കാണിക്കുന്നത്. പാകിസ്ഥാനിലുള്ള ഇന്ത്യക്കാർ അവിടെ അനുഭവിക്കുന്ന വേദനകൾ എന്തൊക്കെയാണെന്ന് നന്നായിട്ട് അറിയാം. നിങ്ങൾ അവിടുത്തെ ഇന്ത്യക്കാരെ ഇങ്ങോട്ട് വിട്ടോളൂ, ഞങ്ങൾ ഇരു കൈയും കൊണ്ട് സ്വീകരിച്ചോളാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ പാകിസ്ഥാനികളെ ഇനി ഇന്ത്യയിൽ നിർത്താൻ ഇന്ത്യ തയ്യാറല്ല എന്നതാണ് ഇന്ത്യ എടുക്കുന്ന നിലപാട്. ആ നിലപാടിനൊപ്പം തന്നെയാണ് രാജ്യം ഒന്നടക്കം നിൽക്കുന്നത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാനെ സ്നേഹിക്കുന്ന കുറെ എണ്ണമുണ്ട്. അവറ്റകളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. അവറ്റകൾ ഇങ്ങനെ പാകിസ്ഥാന് വേണ്ടി ഘോരമായി വാദിച്ചു കൊണ്ടിരിക്കും. അത് ഏത് വഴിയിൽ കൂടെ കിട്ടുന്നു ആ വഴിയിൽ കൂടെയൊക്കെ ഇങ്ങനെ വാദിച്ചുകൊണ്ടേയിരിക്കും. പാകിസ്ഥാൻ പണ്ട് ചങ്കിലെ ചൈന എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്ത്യയിലെ കുറെ എണ്ണത്തിന് ചങ്കിലെ പാകിസ്ഥാനാണ് എന്നാണ് ഇപ്പോൾ കുറെ എണ്ണം പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ ഭാരതത്തിൽ ഇരുന്നു കൊണ്ട് ഭാരതത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിക്കൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ ഒരു നാണവും മാനവും ഇല്ലാതെ പറയുകയാണ് പാകിസ്ഥാനിലുള്ളവർ സഹോദരങ്ങളാണ്, അവരൊക്കെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അമുസ്ലിങ്ങളെ എല്ലാം കൂട്ടക്കുരുതി ചെയ്യും, എന്നിട്ട് അവരൊക്കെ ഇവിടെ കയറി വരും, എന്നിട്ട് ഇന്ത്യയെ പാകിസ്ഥാനിലേക്ക് ലയിപ്പിക്കുമെന്നൊക്കെയാണ് പല പോസ്റ്റുകളും കമന്റുകളും ഒക്കെ ചില പരനാറികൾ ഇടുന്നതും ചില പരനാറികൾ പലയിടത്തും ഇരുന്ന് പറയുന്നത്. അപ്പൊ വിഷയം പാകിസ്ഥാൻകാർക്കുള്ള വിസ റദ്ദ് ചെയ്യുന്ന നടപടികളിലേക്ക് സർക്കാർ കടക്കുമ്പോൾ മലയാള മനോരമ കുടുംബത്തിലെ ഒരു അംഗത്തെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങൾ ഉയരുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് പ്രമുഖ സോഷ്യൽ ആക്ടിവിസ്റ്റും ഹിന്ദു സന്യാസിയുമായ ഡോക്ടർ ഭാർഗവർ. 2008 ഹൈന്ദവ കേരളം ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച ഉള്ളടക്കത്തിന്റെ തുടക്കമാണ് സ്ക്രീൻഷോട്ട് എടുത്ത് അദ്ദേഹം ചേർത്തിട്ടുള്ളത്. പാകിസ്ഥാൻകാർക്കുള്ള വിസ റദ്ദ് ചെയ്യുന്ന നടപടികളിലേക്ക് സർക്കാർ കടന്നു എന്ന് പറയപ്പെടുന്നത്. എങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ താമസിക്കുന്ന പാകിസ്ഥാൻകാരിയായ ഈ മരുമകളുടെ വിസയും റദ്ദ് ചെയ്യുമായിരിക്കും അല്ലേ? 2008 ഡിസംബറിൽ കോട്ടയത്തെ മനോരമ പ്രമുഖന്റെ കുടുംബത്തിൽ മരുമകളായെത്തിയ പാക് സുന്ദരിയും പെട്ടു. ഇന്ത്യയിൽ താമസിക്കുന്ന പാക് പൗരന്മാർ ഞായറാഴ്ചയ്ക്കകം രാജ്യം വിടണമെന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് കാരണം കുടുംബത്തെ അപേക്ഷിച്ച് പാകിസ്ഥാനിലേക്ക് പോകേണ്ട ഗതികേടിലാണിവർ. മനോരമ എഡിറ്റോറിയൽ ഡയറക്ടറായിരുന്ന തോമസ് ജേക്കബിന്റെ മകൻ അനൂപ് പാകിസ്ഥാൻ യുവതിയെ വിവാഹം ചെയ്തത് വിവാദമായിരുന്നു. ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായിരുന്ന അബ്ബാസിന്റെ മകൾ മരിയയായിരുന്നു വധു. അബ്ബാസ് ISI ഏജന്റ് ആണെന്നും മരിയയ്ക്ക് ലക്ഷറെ ബന്ധമുണ്ട് എന്നും വാർത്തകളും ആരോപണങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു. ഇതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനിരുന്ന കേന്ദ്രമന്ത്രിമാരായ AK ആന്റണി, വയലാർ രവി എന്നിവർ IB മുന്നറിയിപ്പിനെ തുടർന്ന് വിട്ടുനിന്നു. കോട്ടയത്തെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വധുവിന്റെ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് വിസ അനുവദിച്ചത്. പാരീസിലും ഇംഗ്ലണ്ടിലും ആർട്ട് എക്സിബിഷനുകളിൽ പങ്കെടുക്കുന്ന ഇന്ത്യ പാക് യുവാക്കൾ പ്രണയവിവാഹം ചെയ്യുന്നത് ISI കെണിയാണെന്ന് ഇന്റലിജൻസ് ബ്യൂറോ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പ്രതിരോധ മന്ത്രിയായ ആന്റണിയും വയലാർ രവിയും ഒക്കെ വിട്ടുനിന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ മനോരമയുടെ മരുമകൾ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ഉള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. കേരളത്തിൽ തന്നെ ഏകദേശം 59 പാകിസ്ഥാനികളുണ്ട്. ഇന്ത്യ ഞങ്ങളുടെ മണ്ണാണ്, ഞങ്ങൾ ജനിച്ചു വളർന്നത് ഇന്ത്യയിലാണ്. ഇന്ന് 59 പേർ വരും, നാളെ അത് 159 ആവും, മറ്റന്നാൾ അത് 559 ആകും, അത് കഴിഞ്ഞ് ഇത് 1000 ആകും, 2000 ആകും, പിന്നെ 10,000 ആകും, പിന്നെ ലക്ഷങ്ങളാകും. കാരണം ഒരാൾ വന്നു കഴിഞ്ഞാൽ
കൂടെ ആയിരങ്ങൾ ഇവരുടെ ഒപ്പം 100 പേർ വരും, 200 പേർ വരും. ഇതൊക്കെ സ്വാഭാവികമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാത്രമല്ല ഇന്ത്യയിൽ മതം പറഞ്ഞുകൊണ്ട് തമ്മിൽ തല്ലുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഭീകരവാദികളും ചില ആളുകളും ഒക്കെ തുനിഞ്ഞിറങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇന്ത്യ വിട്ടു പോകണം പാകിസ്ഥാനികൾ എന്ന് ഇന്ത്യ പറയുമ്പോൾ അത് മരണപ്പെട്ട 26 പേരോടുള്ള ഇന്ത്യയുടെ ഒരു ആദരവും കൂടിയാണ് ഇന്ത്യ പങ്കുവയ്ക്കുന്നത്. പാകിസ്ഥാൻ കൃത്യമായി ഇന്ത്യക്കെതിരെ ചൊറിയുമ്പോൾ നന്നായി മാന്തി വിടാൻ ഇന്ത്യക്കറിയാം. അത് വെറും വാക്കിലൂടെയല്ല, പ്രവൃത്തിയിലൂടെ പലതവണ ഇന്ത്യ കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഇന്നലെ തന്നെ ഉറി ഡാം തുറന്നു വിട്ടുകൊണ്ട് അത് ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല, ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണ്, ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കാൻ ചെയ്തതാണെന്നൊന്നും ഇന്ത്യ പറഞ്ഞിട്ടില്ല. ഉറി ഡാം തുറന്നു വിട്ടുകൊണ്ട് ഇന്ത്യ ചില നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. മാത്രമല്ല ലാഹോറിലെ എയർപോർട്ട് നിന്ന് കത്തുകയാണ് ചോദിക്കുമ്പോൾ പറയുന്നത് വിമാനത്തിന്റെ ടയർ കത്തിയതാണ്, അല്ലാതെ ആരും കത്തിച്ചതല്ല എന്ന്. ശരിയാണ്, ടയർ എങ്ങനെ കത്തിയതാണ് എന്നുള്ളത് കൂടി പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇറാനിലെ പോർട്ട്, കാരണം പാകിസ്ഥാന് സഹായവുമായി രംഗത്തെത്തുന്നത് ഇറാനാണ്. ഇറാനിലെ ഹമാസ് തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ട് കശ്മീരിൽ പരിശീലനം നൽകിക്കൊണ്ട് ഇന്ത്യയെ തകർക്കുക, പാകിസ്ഥാനെ സഹായിക്കാനായി ഇന്ത്യയിലേക്ക് വന്ന് ഹമാസ് ഇന്ത്യയിൽ എത്തി കശ്മീരിലെ ഭീകരവാദികൾക്ക് സഹായം നൽകി, അവിടെ പരിശീലനം നൽകി, എന്നിട്ട് അവരെ പറഞ്ഞു വിട്ടേക്കുകയാണ്. മാത്രമല്ല 15 പ്രദേശവാസികൾ കശ്മീരിലെ ആക്രമണത്തിൽ ഭീകരവാദികളെ സഹായിച്ചിട്ടുണ്ട്. ആ അന്വേഷണം NIA ഏറ്റെടുത്തിട്ടുണ്ട്. മാത്രമല്ല 3 പേർ കസ്റ്റഡിയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് കശ്മീരിനെ ശാന്തതയുടെ താഴ്വരയാക്കി മാറ്റാനും അവിടെ ടൂറിസത്തിലൂടെ അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും സൈന്യവും കേന്ദ്ര സർക്കാരും നൽകുമ്പോഴാണ് അവിടെ വരുന്ന ഭീകരവാദികൾക്ക് താമസ സൗകര്യം ഒരുക്കി അവരെ നിരപരാധികളെ കൊലപ്പെടുത്താനായി കശ്മീരിലെ എല്ലാ ജനങ്ങളെയുമല്ല, കുറെ ആളുകൾ, മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച കുറെ ആളുകൾ സഹായിക്കാനായി രംഗത്തിറങ്ങുന്നു, അവരെ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ കശ്മീരിലെ ജനങ്ങൾ കൂട്ടത്തോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സഹായിക്കുന്നമാരുടെയൊക്കെ അണ്ണാക്കിൽ വെടിപൊട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കശ്മീർ മാറിയത് നമ്മൾ കണ്ടതാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെ കശ്മീരിൽ വലിയ മാറ്റമാണ്. ടൂർ പാക്കേജുകൾ ഉണ്ടാകുന്നു, നിരവധി പേർ കശ്മീരിലേക്ക് വെക്കേഷൻ സമയങ്ങളിലൊക്കെ എത്തുന്നു. അമേരിക്കയിൽ നിന്ന് വരെ കശ്മീർ, അതായത് ശാന്തതയുടെ താഴ്വരയിലേക്ക്, ഭൂമിയിലെ സ്വർഗത്തിലേക്ക് ആളുകൾ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. ഇതൊക്കെ അവിടുത്തെ ടൂറിസം മേഖലയെ വലിയ രീതിയിൽ ഉണർത്തുകയാണ്. അവിടുത്തെ ജനങ്ങൾക്ക് കച്ചവടം കിട്ടുന്നു, അവരുടെ ജീവിത രീതി മാറുന്നു, സ്കൂളുകളിൽ കുട്ടികൾ പോകുന്നു. പണ്ട് ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്കൂളുകളൊക്കെ ഇപ്പോൾ സമാധാനമായി അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. യുവാക്കൾക്ക് ജോലി കിട്ടുന്നു, അവരുടെയൊക്കെ ജീവിത നിലവാരം മാറുന്നു. ആ തരത്തിലേക്ക് കശ്മീർ വളർന്നുമ്പോഴാണ് ചില ആളുകൾ കശ്മീർ പഴയതുപോലെ എപ്പോഴും പ്രക്ഷോഭത്തിന്റെയും പ്രകോപനത്തിന്റെയും അക്രമത്തിന്റെയും ഒരു താഴ്വരയായി തന്നെ കശ്മീർ മാറണം എന്ന് ചിലർ ചിന്തിച്ചുകൊണ്ട് ഭീകരവാദികൾക്ക് സഹായം ചെയ്യുന്നത്. ഇവന്റെയൊക്കെ അടിവേരാണ് NIA അറക്കാൻ പോകുന്നത്. എന്തായാലും മനോരമയുടെ മരുമകൾക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം.